ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫയൽ ഹാൻഡ്ലിങ്ങിനെ പറ്റിയാണ്. ഫയൽ ഹാൻഡ്ലിങ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാണ്. എഫ് എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ, ഒരു ഫയൽ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയൽ ഓപ്പൺ ചെയ്യും. എഫ് എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. ഒരു ഫയൽ സാമ്പിൾ എന്നാണ് ആ ഫയലിൻ്റെ പേര്. സാമ്പിൾ ഡോട്ട് TXT, ടെക്സ്റ്റ് ഫയലാണ്. അതുകൊണ്ടാണ് TXT. അത് റൈറ്റ് മോഡിലാണ്. അതിൽ നമുക്ക് ഇപ്പോൾ റൈറ്റ് ചെയ്യാനുള്ള മോഡിലാണ്. അതുകൊണ്ടാണ് W കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ഇതിപ്പം ടെക്സ്റ്റ് ഫയലാണ്. ഇനി വേൾഡ് ഫയലാണെങ്കിൽ DOCX എന്നാണ് കൊടുക്കേണ്ടത്. DOCX എന്നാണെങ്കിൽ വേൾഡ് ഫയൽ വരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ആ ഫയലിൻ്റെ മുകളിൽ എഫിൻ്റെ മുകളിൽ F.write. അപ്പോൾ എഫിൽ റൈറ്റ് ചെയ്യുക. എന്ത് റൈറ്റ് ചെയ്യുക? ലേൺ C++ പ്രോഗ്രാം എന്ന് റൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് \n അടുത്ത് റൈറ്റ് ചെയ്യുന്ന അടുത്ത ലൈനാണ്. അതുകൊണ്ടാണ് \n കൊടുത്തിരിക്കുന്നത്. ദെൻ F.close, ആ ഫയൽ ക്ലോസ് ചെയ്യണം. ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ ക്ലോസ് ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഓപ്പൺ റൗണ്ട് ബ്രാക്കറ്റ്, ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോസ് റൗണ്ട് ബ്രാക്കറ്റ്. ഇനി നമ്മളിത് റൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ പൈത്തോണിൻ്റെ main.py മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാണാൻ പറ്റും. ഇത് എവിടെയാണ് ഉള്ളതെന്ന് ഈ ടെക്സ്റ്റ് ഫയൽ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. റൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ സാമ്പിൾ ഡോട്ട് എന്ന് പറഞ്ഞൊരു ഫയൽ വരും. കണ്ടോ? sample.txt എന്ന് പറഞ്ഞ ഫയൽ വന്നു. ആ ഫയലിൽ എന്തുണ്ടാവും? ആ ഫയലിൽ റൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ലേൺ C++ പ്രോഗ്രാം റൈറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആ ഫയലിൽ എടുത്ത് നോക്കാം. കണ്ടോ? ലേൺ C++ പ്രോഗ്രാം എന്നുള്ളത് റൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഏത് ഫോൾഡറിലാണുള്ളത്, എവിടെയാണെന്നുള്ളത് ഇത് നമ്മൾ ഏത് ഫോൾഡറിലാണ് ഉള്ളതെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. sample.txt. ഇനി നമ്മൾ മെയിൻ ഡോറിൽ പോവാം. അപ്പോൾ ഇതാണ് നമുക്കിനി ഇവിടെ പാത്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഏത് ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് ആ പാത്ത് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. ഇതിപ്പം യൂസേഴ്സ് ഈ പാത്തിലാണ് ഇതിപ്പോൾ സേവ് ചെയ്തിരിക്കുന്നത്. യൂസേഴ്സ് ഈ പാത്തിലാണ് ഇതിപ്പം സേവ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ പാത്ത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ആ പാത്തിൽ ആ ഫയലിൻ്റെ ആ ഫോൾഡറിൽ അത് സേവ് ചെയ്യും. ഓക്കെ. ഇനി നമ്മൾ ഈ C പ്രോഗ്രാം എന്നുള്ളത് ഇവിടെ നമ്മൾ ഇനി ഇപ്പോൾ റൈറ്റ് മോഡിലാണുള്ളത്. ഇനി നമുക്കിവിടെ ജാവ എന്ന് കൊടുക്കാം. ജാവ റൺ ചെയ്ത് നോക്കാം. സാമ്പിൾ കണ്ടോ? ലേൺ ജാവ പ്രോഗ്രാം. അപ്പോൾ C++ എന്നുള്ളത് പോയി. ഇത് റൈറ്റ് മോഡിലായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. C++ പോയി റൈറ്റ് മോഡിലായതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ അപ്പൻ മോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതുന്നതൊക്കെ വരും. അപ്പോൾ നമ്മളെങ്ങനെ അപ്പൻ മോഡിൽ കൊടുക്കേണ്ടതെന്നുള്ളത് ഇവിടെ റൈറ്റ് മോഡിലാണ്, W ആണ്. W പകരം നമ്മൾ A കൊടുക്കുക അപ്പൻ മോഡിൽ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പം ജാവ പ്രോഗ്രാമെന്ന് റൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മളിവിടെ C++ എന്ന് കൊടുക്കുക. എന്നിട്ട് റൺ ചെയ്യുക. നമ്മളിതെടുക്കുക. കണ്ട? ലേൺ C++ പ്രോഗ്രാം. ഇനി നമ്മൾ പൈത്തൺ പ്രോഗ്രാം എന്ന് കൊടുക്കണമെങ്കിൽ നമുക്കത് കൊടുക്കാം. അതും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പൈത്തൺ പ്രോഗ്രാമിംഗ്. പൈത്തൺ പ്രോഗ്രാമിംഗ് റൺ ചെയ്യുക. അപ്പം ആദ്യത്തെ 3 അവിടെ വന്നിട്ടുണ്ടാവും. പൈത്തൺ പ്രോഗ്രാമിംഗ് ഉണ്ടോ? പൈത്തൺ പ്രോഗ്രാമിംഗ് പ്രോഗ്രാം. അപ്പോൾ നമ്മൾ എല്ലാം അവിടെ ചെയ്യുന്നതെല്ലാം അവിടെ വരും. ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇതിനെ റീഡ് മോഡിൽ കൊണ്ടുവരണമെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിനെ നമ്മളിവിടെ ആദ്യം ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്തു, അത് ക്ലോസ് ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ അപ്പൻഡ് ഇട്ടു. open sample.txt ടെക്സ്റ്റ് ഫയലാണ്. വിത്തിൻ ഡബിൾ കോട്ട് ലേ ഇട്ടു, കോമ ഇട്ടിട്ട് ഇപ്പം
f.write റൈറ്റ് ചെയ്യുകയാണ് ലേൺ പൈത്തോൺ പ്രോഗ്രാം. അപ്പോൾ ഈ \n ഉള്ളത് കൊണ്ട് ആദ്യത്തേന് മുകളിൽ തന്നെയാണ് വരിക. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ വേറെ ഒന്ന് ലേൺ മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് റൺ ചെയ്തു. നമ്മൾ കണ്ടോ ലേൺ മാത്സ് പ്രോഗ്രാം. ഇങ്ങനെ ഇപ്പോൾ നമ്മളെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പൻഡ് മോഡിലാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്നാണ് റീഡ് മോഡിലാണ്. അപ്പം ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക, sample.txt എടുക്കുക, 6 കൊടുക്കുക. നമ്മൾ റൈറ്റ് ചെയ്യാനായിട്ട് W-ഉം അപ്പൻഡ് ചെയ്യാനായിട്ട് A-യും ഇനി റീഡ് ചെയ്യാനായിട്ട് 6 കൊടുക്കേണ്ടത്. എന്നിട്ട് റീഡ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് f.read ഈ എഫ് എന്ന് പറയുന്ന ഫയൽ റീഡ് ചെയ്യണം. അത് റീഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് റീഡ് ചെയ്യും. പ്രിൻ്റ് റീഡ് എന്നിട്ട് ആ റീഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യും. f.close ആ ക്ലോസ് എപ്പോഴും ഫയൽ ഓപ്പൺ ചെയ്താൽ ക്ലോസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ sample.txtയിലുള്ളത് ഇത് 4ഉം പ്രിൻ്റ് ചെയ്യും താഴെ ഔട്ട്പുട്ട് വിൻഡോയിൽ അത് പ്രിൻ്റ് ചെയ്യും. നമുക്ക് നോക്കാം. ഉണ്ടോ ലേൺ ജാവ പ്രോഗ്രാം ഇവിടെ ഇത് 4ഉം ലേൺ ലാവ പ്രോഗ്രാം, ലേൺ C++ പ്രോഗ്രാം, ലേൺ പൈത്തൺ പ്രോഗ്രാം, ലേൺ മാത്സ് പ്രോഗ്രാം ഇതെല്ലാം ഇങ്ങോട്ട് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആദ്യം ഓപ്പൺ ചെയ്തു, എന്നിട്ട് ആ sample.txt എന്ന് പറയുന്ന ഫയൽ റീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റീഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ആ ഫയൽ റീഡ് ചെയ്ത് വെച്ചു. f.read എന്ന് ഈ എഫിലുള്ളത് ഈ ഓപ്പൺ ചെയ്ത ഫയലിലുള്ളതെല്ലാം റീഡ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞ് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, അതിന് അത് ക്ലോസ് ചെയ്തു. ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഫയൽ ഇങ്ങനെ റൺ ചെയ്ത് കഴിയുമ്പോൾ വരും. ഫയലിലുള്ളതൊക്കെ റീഡ് ചെയ്യാൻ പറ്റി. ഓക്കെ.